ഹലോ എവരി വൺ, വെൽക്കം ടു സാൻഡീസ് കോർണർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടേബിൾ റണ്ണറാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഒരൊറ്റ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 12 ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്, കുറച്ച് തിക്കായിട്ടുള്ളത് ഒരെണ്ണം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ബോർഡർ വെക്കാനുള്ള ലേസ് ഉണ്ടാക്കിയെടുക്കാം. ആ സെയിം ഫാബ്രിക്കിൻ്റെ തന്നെ റോങ് സൈഡാണ് ലേസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു 2.5 ഇഞ്ചിലുള്ള വിഡ്ത്തിലുള്ള ലെങ്ത്ത് നമ്മുടെ ആ ടേബിൾ റണ്ണറിൻ്റെ 4 വശത്തും വരുന്നത് പോലത്തെ ഒരു ലെങ്ത്ത്, കുറച്ചധികം ലെങ്ത്തിൽ ഒരു ഫാബ്രിക് എടുക്കുക. എന്നുവെച്ചാൽ ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. മെഷർമെൻറ്റ്സ് എല്ലാം ഞാനിതിൽ സബ്ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഇതേപോലെ നമുക്ക് ഒന്ന് ട്രയാങ്കിൾ പോലെ സ്റ്റിക്ക് ചെയ്യാം. അതിനുശേഷം അതിൽ ഒന്നും കൂടി ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒന്നും കൂടി ട്രയാങ്കിളായിട്ട് ഫോൾഡ് ചെയ്യാം. ഫാബ്രിക് ഗ്ലൂ ആയതുകൊണ്ട് ഫാബ്രിക് നല്ലതായിട്ട് സ്റ്റിക്കായിരുന്നിട്ടുള്ളൂ, അത് പോത്തൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്യുക 2 പ്രാവശ്യം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ നല്ല സൈഡ്, അതായത് ഈ സൈഡാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സൈഡ് കറക്റ്റ് ലേസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ടേബിൾ റണ്ണറിൻ്റെ ക്ലോത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ടേബിളിൻ്റെ മെഷർമെൻറ്റ് അളന്നേച്ച് കുറച്ച് താഴോട്ട് നിൽക്കുന്നത് പോലെ ഒരു 10 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് 2 സൈഡിലും, ഇപ്പോൾ ടേബിളിനെക്കാട്ടിലും. അപ്പോൾ അങ്ങനെ ഒരു ഫാബ്രിക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഒരുമിച്ച് വെക്കുക. എന്നുവെച്ചാൽ അതിനെ ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലായിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് 6 ഇഞ്ച് അകത്തേക്കൊന്ന് മാർക്ക് ചെയ്തേച്ച് അതിനെ സെൻറ്റർ അതായത് സെൻറ്ററിലേക്ക്, സൈഡിൽ നിന്ന് സെൻറ്ററിലേക്കൊന്ന് ഡയഗണൽ ലൈനിൽ വരയ്ക്കുക. എന്നുവെച്ച് നൂർത്തി നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും സൈഡിലായിട്ട്. 2 സൈഡിലും ഇപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. 2 സൈഡും ഒരുമിച്ച് വെച്ചിട്ടാണല്ലോ കട്ട് ചെയ്തത്. ഇനി നമുക്കതിൽ ഈ ലേസ് പിടിപ്പിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഡയഗണൽ കട്ട് ചെയ്ത ആ സൈഡിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ നമ്മൾ ഈ ടോട്ടൽ ഫാബ്രിക്കിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. 5 അതേപോലെ ഇതേപോലെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച് ആ 5 ഡിവിഷനിൽ നമ്മൾ ഈ ലേസ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം അത് മാർക്ക് ചെയ്ത്, അതായത് ഈക്വൽ 5 പാർട്ടായിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാം. എന്നുവെച്ചാൽ നമുക്ക് ഈ 5 ലൈനിലും ഈ ലേസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അകത്തേക്ക് വെച്ച് ഫോൾഡ് ചെയ്ത് വെച്ച് അതിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഈ 5 മാർക്കിങ്ങിൽ, അതായത് ഒരു സൈഡിലുള്ള 3 മാർക്കിങ്ങിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തും ഇങ്ങേ സൈഡിലുള്ള 3 മാർക്കിങ് റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്യുന്നതും പോലെ, അതാകുമ്പോൾ നടുക്കുന്ന നോക്കുമ്പോൾ 2 സൈഡിലേക്കും ഈ ലേസ് ഇങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുന്നത് പോലെ വരണം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബോർഡറിലും ഈ ലേസ് പിടിപ്പിക്കണം. അപ്പോൾ ബോർഡറിൽ ലേസ് പിടിപ്പിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആ ബോർഡറും സൈഡ് ഭാഗം നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ റോങ് സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ അതിനെ തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതാകുമ്പം നമുക്ക് ആ എഡ്ജസ് ഫിനിഷായും കിട്ടും, ലേസ് കറക്റ്റായിട്ട് അവിടെ അറ്റാച്ചായും കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് റോങ് സൈഡിൽ നമ്മുടെ ലേസിൻ്റെ റൈറ്റ് സൈഡ് ഫാബ്രിക്കിൻ്റെ റോങ് സൈഡ് ഫേസ് ചെയ്യുന്നത് പോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ തിരിയുന്ന സൈഡുകളുണ്ടല്ലോ, ആ സൈഡിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അകത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ചെറുതായിട്ട് ആ എൻഡൊക്കെ എത്തും, ഇങ്ങനത്തെ സൈഡുകൾ എത്തുമ്പോൾ ഒന്ന് ചെറുതായിട്ട് അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. എന്നുവെച്ചാൽ അതിൻ്റെ മേളിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതിൻ്റെ ചുറ്റിനും ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ച് അതിന് അപ്പുറത്തെ സൈഡിലേക്ക്, അതായത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് കഴിയുമ്പോൾ നമ്മുടെ ലേസും തിരിച്ചിട്ടേച്ച് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലേസും അറ്റാച്ചായി എഡ്ജസ് ഫിനിഷായി കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.